എല്ലാവർക്കും നമസ്കാരം. കവർ ക്ലാസ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ നടക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജാനുവരി ഒക്കെ ആയിരിക്കും സാധ്യത എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള അവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കവറ്റ് നടത്തിയ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് ഒരു 2-3 ആഴ്ച മുൻപ് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ച മാത്സിലെ 10 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മോക്ക് ടെസ്റ്റിന്റെ PDF താഴെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ പോയി അവൈലബിൾ ആണ്. ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ മാത്സിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ 10 മാർക്കിന് മാത്സ് ചോദിക്കുള്ളൂ. കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ തവണയേക്കാൾ 20 മാർക്ക് ഉണ്ടായിരുന്ന മാത്സിനെ കട്ട് ഷോട്ട് ചെയ്ത് 10 മാർക്ക് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ചെയ്യാവുന്നൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ GK കുറെ പഠിക്കാനുണ്ട്, ഇംഗ്ലീഷ് കുറച്ച് അത്യാവശ്യം നോക്കാനുണ്ട്. അപ്പോൾ മാത്സ് വിട്ട് കളയാൻ സാധ്യതയുണ്ട് പല ആളുകളും. പക്ഷേ ഈ 10 മാർക്കിന്റെ മാത്സ് നോക്കി പോകുന്ന ആളുകൾക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈ മാത്സിലെ മാർക്ക് അവർക്ക് റാങ്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും മാത്സിലെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സും 10 മാർക്കേ ഉള്ളൂ എങ്കിലും ആ 10 മാർക്ക് നിങ്ങളെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും വിട്ട് കളയാതെ മാത്സ് നന്നായി നോക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ ചോദിച്ച 10 ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 3 to 60 വിച്ച് ആർ ഓഡ് നമ്പേഴ്സ് ദാറ്റ് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 5. വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ആദ്യത്തെ നമ്പർ 3 കഴിഞ്ഞതിന് ശേഷം 5 ആണ് ഓഡ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 5. ദെൻ 15 ആണ്, പിന്നെ 25 ആണ്, പിന്നെ 35 ഉണ്ട്, പിന്നെ 45 ഉണ്ട്, 55 ഉണ്ട്. ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? ടോട്ടൽ 6 നമ്പർ ഉണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 45. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ? ആവറേജ് നോക്കുന്ന ആളുകൾക്കറിയാം 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് അവിടെ ഓഡാണ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് 5 ആണ്. അപ്പോൾ ഈ 45 എന്ന് പറയുന്ന ഈ ആവറേജ് നടുവിലുള്ള നമ്പർ ആയിരിക്കും 45 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് 5 നമ്പേഴ്സ് ആണുള്ളത്. അപ്പുറത്തേക്ക് 2 ഉണ്ടായിരിക്കും, മുകളിലേക്ക് 2 ഉണ്ടായിരിക്കും, താഴത്തേക്ക് 2 ഉണ്ടായിരിക്കും. അപ്പൊ മുകളിലേക്കുള്ളത് 47ഉം 49ഉം ആയിരിക്കും, താഴത്തേലുള്ളത് 43ഉം 41ഉം ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ? 41ന്റെയും 49ന്റെയും ഡിഫറൻസ് എത്രയാണ്? 8 ആണ്. ഓപ്ഷൻ 8 ഈസ് ദ ആൻസർ. ഇത്തരം ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയറിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 60% ആർ ബോയ്സ്. 60% ബോയ്സ് ആണ് 60 സ്റ്റുഡൻസിൽ. If 25% of the girls go out for cycling, then the number of girls who did not go out for cycling is. 60% ബോയ്സ് ആണെങ്കിൽ 40% ഗേൾസ് ആയിരിക്കും. അത് എത്രയാണ്? 24 ആണ് ഗേൾസിന്റെ എണ്ണം, അല്ലെ? 40% ഓഫ് 60 ഈസ് 24. അതിൽ 25% ഗോ ഔട്ട് ഫോർ സൈക്ലിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ സൈക്ലിങ്ങിന് പോവാത്ത ആളുകളുടെ എണ്ണ ചോദിക്കുന്നത്. അത് 75% ഓഫ് 24 ആണ്. അത് എത്രയാണ്? 18 ആണ്. 18 ഈസ് ദ ആൻസർ. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 എന്നാണ്. 3/4 × 24 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും. അത് ചെയ്യാതെ തന്നെ നമുക്ക് മൈൻഡിൽ കണക്കൂട്ടാവുന്നതേ ഉള്ളൂ. 18. നെക്സ്റ്റ്, ഇഫ് A:B is 2:5, B:C is 5:8, C:D is 8:11, then A:D is. A:B എന്ന് പറയുന്നത് 2:5 ആണ്. B:C എന്ന് പറയുന്നത് 5:8 ആണ്. C:D എന്ന് പറയുന്നത് 8:11 ആണ്. അങ്ങനെയാണെങ്കിൽ A:D എന്താണ്? ഇവിടെ ഒന്നും ചെയ്യാനില്ല, കാരണം ഇവിടെ എല്ലാം B കോമൺ ആണ്. ഈ 2 റേഷ്യോയിൽ B കോമൺ ആണ്, അതിന് നമ്പറും കോമൺ ആണ് 5:5. അപ്പോൾ എയുടെയും സിയുടെയും റേഷ്യോ 5:8 ആയിരിക്കും. പിന്നെ എയുടെ A:C 5:8 ആയിരിക്കും. 2:8 ആയിരിക്കും. ഇനി ഇവിടെ വരുന്നത് സിയും C:D. അതിൽ C കോമൺ ആണ്, അതിൽ 8 തന്നെയാണ് സിയുടെ കറസ്പോണ്ടിങ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവിടെ 8 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 8
നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ A:D എന്ന് വരുന്നത് 2:11 എന്ന് വരും. വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. 2:11 is the answer. Next question. Zamir buys an article with an off-season discount of 40% and sells it at a 25% discount on the market price. Find his profit or loss percentage. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 100 ആണെന്ന് കരുതുക. 100 rupees ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് എത്ര രൂപയ്ക്കാണ് സാധനം കിട്ടിയിട്ടുള്ളത്? സമീർ ആ ആർട്ടിക്കിളിന്റെ മുകളിൽ ചെലവാക്കിയത് 60% മാത്രമാണ്. 40% അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് സംഭവിച്ച കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 60% of 100 which is 60 rupees ആണ്. ഇനി എന്താ ചെയ്യുന്നത്? അയാൾ 25% ഡിസ്കൗണ്ട് ഓൺ മാർക്കറ്റ് പ്രൈസിൽ അയാൾ വിറ്റു ആ സാധനം. അപ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഇതിന്റെ 25% കുറവ്. അതായത് ഇത് 100ന്റെ 75%. അത് എത്രയാണ്? 75 rupees ആണ്. സോ എത്രയാണ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്? ഇവിടെ പ്രോഫിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ്. അത് എത്രയാണ്? 15 കൂടുതലാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 15 കൂടുതലാണ്. സോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ്? പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1/4 25% പ്രോഫിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. 25% പ്രോഫിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ട്രാവൽഡ് ഫ്രം ഹിസ് home to office at 30 km/h and returns back at 50/3 m/s. Find the average speed of the man. ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ പ്രോബ്ലം ആണ്. ഇതിൽ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ യൂണിറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് 30 km/h ആണ് തന്നിരിക്കുന്നത്, ഒന്ന് 50/3 m/s ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒന്ന് കോമൺ ആക്കാം. നമുക്ക് ഇത് 30 ആണ്, ഇതൊരു ഫ്രാക്ഷൻ ഒന്നല്ല, പക്ഷെ ഇത് 50/3 ഫ്രാക്ഷൻ കിടക്കുന്നതുകൊണ്ട് നമുക്കിത് km/h മാറ്റാം. km/h മാറ്റുമ്പോൾ ഇതിനെ 18/5 എന്ന് കൊണ്ട് ഇൻഡു ചെയ്യണം. അപ്പോൾ m/s കിടക്കുന്നത്. അപ്പൊ ഇത് എന്ത് കിട്ടും? 10 6 60 km/h എന്നാവും. ഓക്കെ, അപ്പോൾ ഒരു സ്പീഡ് 60 ആണ്, മറ്റേ സ്പീഡ് 30 km/h ആണ്. ഇനി ഇതിന്റെ ആവറേജ് സ്പീഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് സ്പീഡ് കണ്ടെത്താൻ ഇവിടെ നോക്കുക. ഇവിടെ എന്താണ്? അയാൾ ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു, തിരിച്ചു ഓഫീസിൽ നിന്ന് ഹോമിലേക്ക് വരുന്നു. അവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ രണ്ട് സ്പീഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2xy ഡിവൈഡഡ് ബൈ x+y എന്നായിരിക്കും. x 30, y 60. അപ്പൊ 2 × 30 × 60 ഡിവൈഡഡ് ബൈ 60 + 30 എത്രയാ വരിക? 2 × 30. ഇവിടെ 2 × 30/60 / 90 വരും. ഇത് 3 ആയിട്ട് പോവും, ഇത് 2 ആയിട്ട് പോവും, 20 വരും. 40 km/h എന്ന് വരും. 40 km/h എന്ന് ആൻസർ വരും. ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്ന സമയത്ത് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ഇതാണ്. ഇവിടെ ടൈം ആണ് ഈക്വൽ എങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നേരിട്ട് ആവറേജ് കണ്ടെത്താൻ മതി. x+y/2 കണ്ടെത്തിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമൃത് ഈസ് twice as good a painter as Kushal and they together complete a work in 6 days. In how many days Kushal alone can complete the work? അമൃത് twice as good as a painter. അപ്പൊ കുശാലിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ അമൃതിന്റെ എഫിഷ്യൻസി എന്താണ്? 2 ആണ്. അമൃത് ഈസ് twice as good as a painter, twice as good a painter as കുശാൽ. കുശാലിനേക്കാൾ ഇരട്ടി എഫിഷ്യന്റ് ആണ് അമൃത്. അപ്പൊ കുശാലിന്റെ 1 ആണെങ്കിൽ അമൃതിന്റെ 2 ആണ് എഫിഷ്യൻസി. ഈ 1 + 2 ഇവർ ഒരുമിച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 6 ദിവസങ്ങൾ കൊണ്ട് ആ പണി കഴിയുന്നു. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണ്? അപ്പൊ എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്ക് എത്രയാണ്? 6 × 3 18. ഇതാണ് ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുക. ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് 18 ആണ്. ഇനി എന്താണ്? ഇൻ ഹൗ മെനി ഡേയ്സ് കുശാൽ അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്. കുശാലിന് ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആകും? കുശാലിന്റെ എഫിഷ്യൻസി 1 ആണ്, 18 ടോട്ടൽ വർക്ക് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു 18/1. 18 ഡേയ്സ്. 18 ഡേയ്സ് ഈസ് ദ ആൻസർ. 18 ദിവസങ്ങൾ കൊണ്ട് കുശാലിന് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഫോർ 80 years at 8% per annum is ₹16,000. What is the compound interest on the same sum at 1/4 of the above rate for 2 years?
അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എസ് ഐയുടെ ഇക്വേഷൻ നമുക്കറിയാം, PNR/100. ഇതിൽ പി എന്ന് പറയുന്നത് സമ്മാണ്. ആദ്യം നമുക്ക് സമ്മ കണ്ടെത്തണം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പി ഈക്വൽ ടു SI × 100/NR. അപ്പൊ SI എന്ന് പറഞ്ഞാൽ 16,000 ആണ്. 100/8 × 8. ഇത് 25/2 എന്ന് വരും. ഇത് 8 ഇവിടെ കട്ടായി പോവും. 1 വരും. പി 25,000 വരും. അപ്പൊ സമ്മ് കിട്ടി 25,000 ആണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 2 വർഷത്തേക്ക് ഇവരുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്. അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1/4 ഓഫ് ദ പ്രീവിയസ് ആണ്, എബവ് റേറ്റ് ആണ്. 1/4 ഓഫ് ദ എബവ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. അപ്പൊ 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. 2% ഓഫ് 250. അപ്പോൾ 500 ആയിരിക്കും ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം 500 ആയിരിക്കും. രണ്ടാമത്തെ വർഷം ഈ 500-ന്റെയും 2%, അത് എത്രയാ? 10 rupees. അപ്പൊ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1010, അതായത് 1010 രൂപ. ഇതായിരിക്കും ആൻസർ വരിക, 1010 രൂപ. ഇക്വേഷൻ ഇല്ലാതെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടെത്താം. പെർസെൻറ്റേജ്, അതായത് ഇൻട്രസ്റ്റ് വരുന്നു എന്ന് മാത്രം, ആ ഒരു കോൺസെപ്റ്റ് എടുക്കണം എന്ന് മാത്രം. Ashok is 3 years elder than Balu, who is 4 times old as Jashwant. Jashwant is now 6 years old. What was Ashok's age when Jashwant was born? അപ്പൊ ജശ്വന്തിന്റെ വയസ്സ് 6 ആണ്. അപ്പൊ ബാലു എത്രയാണ്? 4 times old as ജശ്വന്ത് ആണ്. അപ്പൊ 4 × 6 24. അശോക് എത്രയാണ്? 3 years elder than ബാലു. അപ്പൊ അശോകിന്റെ വയസ്സ് എത്രയാണ്? 27 ആണ്. ചോദിച്ചിരിക്കുന്നത് വാട്ട് വാസ് അശോക്സ് ഏജ് വെൻ ജശ്വന്ത് വാസ് ബോൺ. ജശ്വന്ത് ജനിക്കുന്ന സമയം ജനിച്ചത് 6 വർഷം മുന്നെയാണ് ജനിച്ചത്. അങ്ങനെയാണെങ്കിൽ 6 വർഷം മുൻപ് അശ്വന്തിന്റെ വയസ്സ് എത്രയാണ്? 21 ഈസ് ദ ആൻസർ. 21. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 55 meter radius and 40 meter height solid metallic cylinder is melted and recast into small spherical balls of radius 5 meter. Find the number of balls that can be made. അപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിന്റെ ഹൈറ്റും റേഡിയസും തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഉരുക്കിയിട്ട് റീകാസ്റ്റ് ചെയ്തിട്ട് സ്പെറിക്കൽ ബോൾസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്പെറിക്കൽ ബോൾസിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. അപ്പൊ n നമ്പർ ഓഫ് സ്പെറിക്കൽ ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ആ n നമ്പർ ഓഫ് സ്പെറിക്കൽ ബോൾസിന്റെ ടോട്ടൽ വോളിയം, അതായത് 4/3 πr³ ആണ് ഒരു സ്പെറിക്കൽ ബോളിന്റെ വോളിയം, ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ സിലിണ്ടർ πr²h. ഇവിടെ ഈ ചെറിയ ആറ് ഈ സ്പെറിക്കൽ ബോളിന്റെ റേഡിയസ് ആണ് 5 മീറ്റർ. ഈ വലിയ ആറ് റേഡിയസ് ഓഫ് സിലിണ്ടർ 5 മീറ്റർ തന്നെയാണ്. h ഈസ് ദ ഹൈറ്റ് ഓഫ് സിലിണ്ടർ. അതായത് n നമ്പർ ഓഫ് ബോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ n ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതിൽ പൈയും കട്ടായി പോകും. ബാക്കി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് n ഈസ് ഈക്വൽ ടു r² h × 3/4r³. എത്രയാണ്? r², 5² h എത്രയാണ്? 40 × 3/4 × 5³. ഈ 2 5 ഇവിടെ നിന്ന് കട്ടായി പോവും. ഇവിടെ നിന്ന് 10 കട്ടായി പോവും. ഇവിടെ 2 കട്ടായി പോവും. n ഈക്വൽ ടു 6 എന്ന് കിട്ടും. നമ്പർ ഓഫ് സ്മോൾ സ്ഫെറിക്കൽ ബോൾസ് ഈസ് ഈക്വൽ ടു 6. 6 ബോളുകളാണ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ആ സിലിണ്ടർ ഉരുക്കിയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന 6 ബോളുകളാണ് 5 മീറ്റർ റേഡിയസ് ഉള്ള. സോ ഇതൊക്കെയാണ്, ഈ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളുടെ ഫ്രീ മോക്ക് ടെസ്റ്റിന്റെ അന്ന് മാത്സിൽ ചോദിച്ചത്, മാത്സ് ആൻഡ് റീസണിങ്ങിൽ ചോദിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2ാമത്തെ ക്രാഷ് ബാച്ച് ആണ്. അതിന്റെ താഴെ കാണുന്ന വാട്സാപ്പ് ലിങ്കിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. താങ്ക് യു.